ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ മറ്റൊരു സൗജന്യ വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ADHD ഇൻ ചിൽഡ്രൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ADHD എന്നുള്ള ഒരു പദം ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും സുപരിചിതമായിട്ട് ഉള്ള ഒരു വാക്കാണ്. പലപ്പോഴും നമ്മൾ തന്നെ പല സന്ദർഭങ്ങളിലും അത് യൂസ് ചെയ്യാറുണ്ട്. പേരൻസ് ആയിക്കഴിഞ്ഞാലും സൈക്കോളജിസ്റ്റുകൾ ആയിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും ഒക്കെ നമ്മൾ സാധാരണ സംസാരങ്ങളിൽ പോലും അറ്റൻഷൻ, അതേപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ കുറച്ചുകൂടി നേരത്തേതിനും സുപരിചിതമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല ADHD ഒക്കെ ഉള്ള കുട്ടികൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് സെഷനാണ്, ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യത്യസ്ത സെഷനുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഉച്ചക്ക് നമ്മൾ ഏർലി ഇന്റർവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ നമ്മൾ റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെമ്പിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്, ആ ക്ലബിൽ ഉള്ള അംഗങ്ങൾ, റെമഡിയൽ ടീച്ചേഴ്സ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവര് നാളെ, അതിൽ കുറച്ചു പേരൊക്കെ നമ്മൾ നാളെ ഒരു സ്കൂളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് 4 ദിവസമായിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അവസാന ദിവസം ഒരു സൗജന്യ ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ്, LD അസസ്മെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു ഫിസിക്കൽ എക്സ്പോഷർ, അവർക്ക് അത്തരം കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള, അസസ്മെന്റ് എടുക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ ഇവിടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഒത്തിരി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരും സൈക്കോളജിയും കൗൺസിലിങ്ങും ഒക്കെ പഠിച്ചെങ്കിലും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്, ഓരോ കുട്ടികളും യുണീക്ക് ആണ്. ഒരു കുട്ടീനെ നമ്മളുടെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളോട് തുറന്നു പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ നമ്മൾ സ്കിൽഡ് ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ്, ടെക്നിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിലേക്കൊക്കെ ഉപകരിക്കുന്ന വർക്ക്ഷോപ്പുകളും കോഴ്സുകളുമാണ് നമ്മുടെ ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ. അതെല്ലാം നമ്മൾ വെമ്പിൾ അക്കാദമിയിൽ വർഷ മാമിന്റെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വിഷയമാണ് ഫോൺ അഡിക്ഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അവർക്ക് എന്താണ് കാണേണ്ടത്, എന്താണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്, അത് അവരിങ്ങനെ തെരഞ്ഞ് പോയി അവസാനം ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വീഡിയോസിലേക്ക് പോവുകയും അത് പിന്നെ അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരിലും ഒരുപാട് കേസുകൾ കണ്ടുവരുന്നുണ്ട്. അത് അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായിട്ടുള്ള ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കൗൺസിലിംഗ് എങ്ങനെയാണ് ചെയ്യുക, എന്ത് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശനിയാഴ്ച മുതൽ ഒരു 3 days വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് വർഷ മാമിന്റെ കീഴിലായിട്ട്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഫോൺ അഡിക്ഷൻ റിക്കവറി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി എന്നുള്ളത്. അപ്പോൾ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. വർഷ മാം തന്നെയാണ് ആ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADHD കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനും അത് പഠിക്കാനും
മനസ്സിലാക്കാനും ഒക്കെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് വർഷ മാം ആണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നീ നിലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെ ഫാക്കൽറ്റി കൂടിയാണ്. എടപ്പള്ളി അതല്ലെങ്കിൽ എറണാകുളമാണ് മാമിന്റെ സ്വദേശം. അപ്പോൾ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you, sir. Hi all, good evening. Good evening, ma'am. Good evening. Okay. അപ്പൊ നമ്മൾ ഇന്ന് ADHD-നെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മളിതൊരു ഔട്ട്ലൈൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു ഔട്ട്ലൈൻ ADHD എന്താണെന്ന് പലർക്കും അറിയാം. അപ്പൊ അതിന്റെ തന്നെ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പൊ പലർക്കും അറിയാവുന്ന ഒരു വിഷയമാണല്ലോ. ഇപ്പൊ നമ്മൾ കാണുന്ന കുട്ടികളിൽ തന്നെയാണെങ്കിലും കൂടുതലും പാരന്റ്സ് ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് ADHD, ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ളെന്ന് പറയുന്നത്. അപ്പോ ADHD-യുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ പലർക്കും അറിയാം എന്താണ് ഇത്, അല്ലെങ്കിൽ ADHD വരുമ്പോ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ പലർക്കും അറിയാവുന്നതാ. പക്ഷെ അവിടെ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പാരന്റ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നമുക്ക് വരുന്ന ക്ലയൻസിൽ തന്നെ ആ പാരന്റ്സ് ഉണ്ടല്ലോ, അവര് നമ്മളുടെ അടുത്ത് ചിലപ്പോ കൊണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആള് പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആള് കുറച്ച് വികൃതി ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ചോദിക്കും, ആദ്യമേ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അവർ തരുമല്ലോ, എന്നെ പോലെയാണ് കുട്ടിയെ പോലെ അപ്പോയിന്റ്മെന്റ് എടുക്കാനാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചോദിക്കൂലേ. അപ്പൊ ചോദിക്കുന്ന സമയത്ത് പറയും ഇങ്ങനെ ആള് കുറച്ച് വികൃതിയാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അടങ്ങിയിരിക്കണില്ല, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പഠിക്കാൻ കുറച്ച് പിന്നോട്ടാണെന്നൊക്കെയാണ് അവര് പറയാം. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും ഹൈപ്പർ ആക്റ്റീവ് ആണോ ആള് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും അമ്മമാര് പറയുന്ന ഒരു കാര്യം അല്ല, അവൻ ഹൈപ്പർ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അവള് ഹൈപ്പർ ആക്റ്റീവ് അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണ് പറയാം. അപ്പൊ നമ്മൾ ഓക്കെ, ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കും, അവര് നമ്മളെടുത്ത് കാണാൻ വരും. അവര് വന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആള് ഭയങ്കര ഹൈപ്പർ ആണെന്നുള്ള കാര്യം. പക്ഷെ നമ്മളുടെ അടുത്ത് വന്നിരിക്കുമ്പോ തന്നെ ആണെങ്കിലും ആള് ഇരിക്കേയില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അമ്മേനെ കൂടി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, അമ്മയുടെ ഡ്രസ്സിൽ ഷോൾ എടുത്തിട്ട് പോവുക, ആ ഒരു റൂമിൽ തന്നെ ഭയങ്കര ഹൈപ്പർ ആയിട്ടായിരിക്കും ആളുണ്ടാവുക. അപ്പൊ ആ സമയത്തും നമ്മൾ പാരന്റിനോട് ചോദിക്കുകയാണ് ഹൈപ്പർ ആണോ എന്ന് ചോദിക്കുമ്പോൾ പാരന്റ് പറയുന്ന ഒരു കാര്യം ഇല്ല, ഹൈപ്പർ അല്ല എന്നുള്ളതാ. അപ്പോ അത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പാരന്റ് വന്നപ്പോഴേക്കും നമ്മൾ ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞു കൊടുത്തു അല്ലെ. പലപ്പോഴും പാരന്റ്സിന് ചിലപ്പോൾ അത് അറിയാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് അപ്പോഴാണ് ആള് റിയലൈസ് ചെയ്ത് ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അസസ്മെന്റ്, ADHD-യുടെ ഒരു ഫോമൽ അസസ്മെന്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, സൈക്യാട്രിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അവരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സിംറ്റംസ് നോക്കിയിട്ടാണ് ഇന്നതാണെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനടുത്ത് ഒരു ഫോർമൽ അസസ്മെന്റ് എടുക്കാനായിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ അതില് ഈ കുട്ടി എല്ലാ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലും ഈ പാരന്റിന് മനസ്സിലാവുന്നില്ല ഇത് ADHD ആണോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സിംറ്റം ആണോ എന്നുള്ളത് പോലും അവർക്ക് അറിയുന്നില്ല. അപ്പൊ അതിൽ ആ പാരന്റ് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ കുട്ടീന്റെ കൂടെ കുഞ്ഞിലെ മുതൽ അല്ല ഫുൾ ടൈം പാരന്റ്സ് തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവാം. അപ്പൊ ഈ സമയത്തൊന്നും നമുക്കത് മനസ്സിലാവുന്നില്ല അത് ADHD ആണോ അല്ലേ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സിംറ്റം ആണോ, റെസ്റ്റ്ലെസ് ആവുന്നതാണോ, ഹൈപ്പർ ആക്റ്റീവ് ആവുന്നതാണോ എന്നുള്ളതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ അവര് പറയുന്ന കാര്യം ഞങ്ങൾ അകത്തായതുകൊണ്ടേ മാം എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുള്ളവർക്കല്ലേ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോൻ ഇങ്ങനെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് അല്ലേ, അപ്പൊ നിങ്ങളൊരു എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ കരുതിയത് ആളിങ്ങനെ ആണല്ലോ, ജനിച്ചപ്പോ മുതൽ ആളിങ്ങനെയാ, അപ്പൊ അതിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഹൈപ്പർ ആണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലാന്ന്. അപ്പൊ അങ്ങനെ പല പാരന്റ്സിനും നമുക്കിടയിൽ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പലരും വിചാരിക്കുന്ന അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിലപ്പോ കാണും, ഇല്ലെങ്കിൽ നമ്മൾ കുട്ടി ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ആളുടെ ഒരു ബിഹേവിയർ എന്ന് പറയണേ, അതല്ലാതെ വേറെ
ഇഷ്യൂസ് ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ADHD എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ഹൈപ്പർ ആക്റ്റീവ് കാണിക്കുന്ന കുട്ടികളൊന്നും ADHD ആവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അറ്റൻഷൻ ഇല്ലാത്ത കുട്ടികളൊക്കെ ADHD ആവണമെന്നില്ല. അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ ഡയഗ്നോസ് ചെയ്യുക. എന്നാലും നമ്മൾ ഏറ്റവും പ്രൈമറി ആയിട്ട് നോക്കേണ്ട ചില സിംറ്റംസും അതുപോലെ അതെന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും. എന്താണ് ADHD, പിന്നെ അതിന്റെ സിംറ്റംസ് എന്താണ്, അതിന്റെ ADHDന്റെ തന്നെ കാറ്റഗറൈസേഷൻ എങ്ങനെയാ വരാ, ഏജ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ സിംറ്റംസ് അവർ കാണിക്കുന്നത്, പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില റെമഡിയേഷൻ ആക്ടിവിറ്റീസ്, കുറച്ച് റെമഡിയൽ ആക്ടിവിറ്റീസ് ആണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ്. അവരുടെ ആ ഒരു ആക്റ്റീവ്നെസ് കുറയ്ക്കണം. ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ, അപ്പൊ നമുക്ക് ആ ഹൈപ്പർ ആക്റ്റീവ്നെസ്സിനെ കുറയ്ക്കാനും പിന്നെ അതുപോലെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ് ഏതാണെന്നുള്ളത് കൂടി നോക്കാം. പിന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ വീട്ടില് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഹൈപ്പർ ആക്റ്റീവ്നെസ് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും, കൂടുതലല്ല, അങ്ങനത്തെ സിംറ്റം നമ്മൾ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. ഓക്കെ, അതും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ ആക്ടിവിറ്റീസും കൂടി വീട്ടിൽ ചെയ്യാൻ. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ADHDയുടെ ലെവലൊക്കെ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ മാത്രം അവിടെ നടത്തിയാൽ പോരാ, അവര് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. ഡോക്ടറിനെ മീറ്റ് ചെയ്യണം, മെഡിസിൻസ് എടുത്താലാണ് നമുക്ക് ആ കൺട്രോൾഡ് ഇതിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാലും അവരുടെ ആ ഒരു മൂഡ് ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങള്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കുറഞ്ഞു വരും. പക്ഷെ അക്കാഡമിക്കലി അവർ സ്ട്രഗിൾ ചെയ്യും. അപ്പോ എല്ലാ ഏരിയാസിനും ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. കൗൺസിലിംഗിന്റെ അവിടുന്ന് സപ്പോർട്ട് ആവശ്യമുണ്ടാവും, ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആവശ്യം ചിലപ്പോൾ ഉണ്ടാവും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അസസ്മെന്റ് എടുക്കേണ്ടി വരും, ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് മെഡിസിൻ എടുക്കേണ്ടി വരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഓരോ കുട്ടികളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ചില കുട്ടികൾക്ക് മൈൽഡ് ആയിട്ടായിരിക്കും, അത് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ചില കുട്ടികൾ ഭയങ്കര സിവിയർ ആയിട്ടുണ്ടാവും, അപ്പൊ അവർ മെഡിസിൻ എടുക്കാനായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ ADHD നമുക്കറിയാലോ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. പക്ഷെ ബ്രെയിനിന്റെ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. ചില ഏരിയാസിൽ ഇപ്പൊ സ്പെഷ്യലി പറയുകയാണെങ്കിൽ അറ്റൻഷനായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ്, ഫോക്കസ്, ബിഹേവിയർ, ഇമ്പൾസ് കൺട്രോൾ, ഈ ഏരിയാസിലൊക്കെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ബ്രെയിൻ ഡെവലപ്മെന്റിൽ അതിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ് ഈ ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറിലേക്ക് നയിക്കുന്നത്. ADHD പോലുള്ള പ്രശ്നം, ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓട്ടിസം, ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നോക്കിയാൽ ഒന്നാമത്തത് ഇൻഅറ്റന്റീവ് ടൈപ്പ് പറയാം അല്ലെ. എന്ന് വെച്ചാൽ ഇവർക്ക് തീരെ അറ്റൻഷൻ ഉണ്ടാവില്ല, അറ്റൻഷൻ വളരെ കുറവായിരിക്കും. തീരെ ഉണ്ടാവില്ല എന്നല്ല, അറ്റൻഷൻ കുറവായിരിക്കും. അത് പക്ഷെ ഈ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലാണ് ഒട്ടും തന്നെ അവർ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാത്തത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നമ്മളിങ്ങനെ പറയില്ല, കുട്ടിക്ക് അറ്റൻഷൻ ഇല്ലാന്നായിരിക്കും പറയാം. അറ്റൻഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് അവർ ഇൻട്രസ്റ്റ് ആക്കുന്ന ആക്ടിവിറ്റീസ് കാണിച്ചാലും അവർ അറ്റൻഷൻ ഇല്ലാതെ തന്നെ ഇരിക്കണ്ടേ. പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളത് കാണിക്കുമ്പോൾ അവർ കുറച്ചെങ്കിലും സമയം നമ്മളുടെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ ഇങ്ങനെ വാണ്ടർ ചെയ്യായിരിക്കും, ഇങ്ങനെ ഒരു പ്രത്യേകതയിൽ സസ്റ്റെയിൻഡ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതിങ്ങനെ വാണ്ടർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തീരെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം എഴുതാനോ ചെയ്യാനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ അവിടെ നിന്ന് എഴുതുന്നുണ്ടാവും, പെട്ടെന്നായിരിക്കും അപ്പുറത്തൊരു കിളിയുടെ സൗണ്ട് കേട്ടെ, അപ്പൊ തന്നെ ആളത് അവിടെ നിർത്തിയിട്ട് ആ കിളീനെ അന്വേഷിച്ചായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ മിക്കപ്പോഴും കാര്യങ്ങൾ മറന്നു പോവുക, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, ഓർഗനൈസ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ അങ്ങനെ ഓർഗനൈസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അത് ഫോളോ ചെയ്യില്ല. പിന്നെ ലോങ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം അല്ലെങ്കിൽ മെന്റൽ എഫേർട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളുള്ള ടാസ്ക് ഒക്കെ അവര് അവോയ്ഡ് ചെയ്യും. ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അവർ നമ്മളെ മുന്നിൽ ഇത് കേൾക്കുന്നുണ്ടാവും, പക്ഷെ കേട്ട് കഴിയുമ്പോൾ അപ്പൊ തന്നെ അവർ മറന്നു പോവാം. അത് അവരുടെ വർക്കിംഗ് മെമ്മറിയിൽ കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ വർക്കിംഗ് മെമ്മറിയിൽ അതൊക്കെ സ്റ്റോർ ആവില്ല, അവർക്ക് ആ ഇൻഫോർമേഷൻ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവർ മനഃപൂർവ്വം മറന്നു പോകുന്നത്. അപ്പൊ നമ്മൾ പറയും, നിനക്ക് മടിയാ, നിനക്ക് ഒത്തിരി നേരമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന, എന്താ ടീച്ചർ പറഞ്ഞതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ
അവർക്ക് ആ ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അവര് മറന്നു പോകുന്നത്. പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വരാം. എന്നുവെച്ചാൽ അവർക്ക് അതിങ്ങനെ ഇത് എവിടെ വെച്ചിരിക്കുന്നത് അതൊന്നും പെട്ടെന്ന് ഓർമ്മയിടില്ല. എന്താണോ തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവര് അറ്റൻഷൻ കൊടുത്ത് ഇന്നത് ഇവിടെ വെച്ചു എന്നൊക്കെ ഉള്ള അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് അവരുണ്ടാവും. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുമ്പോഴേക്കും എല്ലാ ദിവസവും പെൻസിലും സ്കെയിലും ഇറേസറൊക്കെ ഇങ്ങനെ മാറി മാറി കൊടുത്തു വിട്ടോണ്ടിരിക്കണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കൊണ്ടുപോകും, കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ പിറ്റേ ദിവസം വീണ്ടും വാങ്ങി കൊടുക്കണം. അപ്പൊ പാരന്റ്സ് പറയും, സാധാരണ പാരന്റ്സ് പറയുന്നത് എന്താ, ഞാൻ പണ്ടായിരുന്ന സമയത്ത് എനിക്കൊക്കെ ഒരു പെൻസിൽ ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് സൂക്ഷിച്ചു വെക്കും, ഇങ്ങനെ കളഞ്ഞിട്ടൊന്നല്ല വരാം, ആ ഒരു പെൻസിൽ വെച്ചിട്ടായിരിക്കും ഞാൻ അത്രയും ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ കുട്ടികളെ സംബന്ധിച്ച് അത് അവര് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതല്ലാതെ അവർക്ക് എന്താ ഒരു അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ ഒരു ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് അടുത്തത് വരുന്നത്. അപ്പൊ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു ഫംഗ്ഷന് പോവാന്ന് വിചാരിച്ചു, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടും, എടാ നമ്മൾ പരിപാടിക്ക് പോവാണ്, നീ അവിടെ അടങ്ങിയിരിക്കണം, അവിടെ ചെന്നിട്ട് ബഹളമൊന്നും ഉണ്ടാക്കരുത്, കുറെ ആളുകളൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലെ. പോയി കഴിയുമ്പോ എങ്ങനെയാ, അവിടെ ചെന്ന നമ്മൾ ആദ്യമായിട്ട് പോകുന്ന വീടായിരിക്കും, പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ആള് ഓരോ സാധനത്തിന്റെ പുറത്ത് കയറാ, സോഫയിൽ ചാടി കയറാ, അവിടെ എന്തൊക്കെയുണ്ടോ അതിന്റെ പൊക്കത്തൊക്കെ പഠിച്ചു കയറിയിട്ടുണ്ടാവും ഇല്ലേ. നമ്മളൊന്ന് അടങ്ങിയിരിക്കുന്ന പറഞ്ഞാലും കേൾക്കില്ല. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ ഒന്ന് അടങ്ങിയിരിക്കാനുള്ള ഒരു ഇത് കാണിക്കാറുണ്ട്. പക്ഷെ ഇത് സിവിയർ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര പാരന്റ്സ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അവർക്കത് പറ്റില്ല. കാരണം അവർക്കത് പറ്റാത്തതുകൊണ്ടാണ് അവർ മനഃപൂർവ്വമായിട്ട് അങ്ങനെ, കാരണം അവരുടെ ബോഡിയിൽ വേണ്ടത് അത്, അവർക്ക് ഇങ്ങനെ ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അവരെയും കൊണ്ട് പോവാണെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെ മേലെ കയറുക, സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ഭയങ്കര ധൃതിയായിരിക്കും, വണ്ടി തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവും എന്നാലും ഇവർക്ക് ഭയങ്കര ധൃതിയാണ്, വേഗം ക്രോസ് ചെയ്യുക. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റാത്ത കാര്യം. അവരിങ്ങനെ കാലൊക്കെ വെച്ച് എനിക്ക് പറ്റണില്ല വെയിറ്റ്, വാ പോവാന്നൊക്കെ പറഞ്ഞ അമ്മേന്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. അങ്ങനത്തെ ഒക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. എക്സസീവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ അവര് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഈ കൊച്ചിനെ ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ ഡൗട്ട് 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 ചോദിക്കുക. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പോ ലോജിക്കൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും അങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതിനോടൊപ്പം തന്നെ ഇവര് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ചു മുന്നേ അല്ല ഞാൻ ഈ ഉത്തരം പറഞ്ഞു കൊടുത്ത ആൾക്ക് എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക. പക്ഷെ ആക്ച്വലി അവർ മറന്നുപോയിട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തെന്ന് വിചാരിച്ചു, നമ്മളൊരു കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും ചോദിക്കുക, അമ്മ അതെന്താ, അമ്മ ഇതെന്താ സംഭവം, അതെന്താ. അപ്പൊ നമ്മൾ പറയാം നേരത്തെ നിനക്ക് പറഞ്ഞതെന്ന് പറയുമ്പോ നമ്മൾ കരുതുന്നത് എന്താ, ആള് അവിടെ ഉള്ളിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ. പക്ഷെ അവിടെയും ആള് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞ കാര്യം ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്പൊ അവരുടെ ഉള്ളില് ഇപ്പൊ നമ്മളൊരു ഉത്തരം പറഞ്ഞെന്ന് കരുതാം. അപ്പൊ നമ്മളൊരു ഉത്തരം പറഞ്ഞു, അപ്പൊ ആളത് കേട്ടിട്ടുണ്ട്. ആളത് കേട്ട് കഴിയുമ്പോഴേക്കും അപ്പൊ ആൾ ഓൾറെഡി കേട്ടല്ലോ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഇങ്ങനെ തിങ്ക് ചെയ്യില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ചെയ്യണതിന് മുന്നേ ഉള്ള ഒരു തിങ്കിങ് ലെവൽ ഉണ്ടല്ലോ, അതങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇവര് ഓൾറെഡി കേട്ട കാര്യമാണെങ്കിലും പെട്ടെന്ന് ഇവരുടെ ഉള്ളിൽ ഈ ചിന്ത വരും. അപ്പൊ തന്നെ അവർ പുറത്തേക്ക് ചോദിക്കുക, നേരത്തെ ഇത് പറഞ്ഞതാണോന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവര് നോക്കില്ല. അപ്പൊ ഇമ്പൾസീവ് ആയിരിക്കും. അവരുടെ ഉള്ളിലുള്ള തോട്ട്സ് ആണെങ്കിലും അതേ സമയത്ത് തന്നെ അവർ പുറത്തേക്ക് പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് തീരുന്ന മുന്നേ തന്നെ അതിന് ആൻസർ പറയാ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗെയിം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ വേണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടുന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. താഴ്ത്ത് കിടന്ന് ഉരുളുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ അവരായിട്ട് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാലും കടയിലത്തെ എല്ലാ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളില് ആ ഫ്ലോറിൽ കിടന്നായിരിക്കും ചിലപ്പോൾ ഉരുള, എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചിലപ്പോൾ അത് പോയി ഗ്രാബ് ചെയ്ത് എടുക്കുകയും ചെയ്യും. നമ്മൾ എടുക്കല്ലേ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വരാം. പിന്നെ അതുപോലെ
ഒട്ടും തന്നെ ഇങ്ങനെ ആലോചിക്കാതെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് ആലോചിക്കാനുള്ളതില്ല. ഉള്ളിൽ എന്തോ തോന്നുന്നേ അത് ചെയ്യും. ഇപ്പൊ ഐസ്ക്രീം കഴിക്കുന്ന കണ്ടാ നമ്മൾ ഐസ്ക്രീം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലേ. പകരം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ അവർക്ക് ഐസ്ക്രീം കഴിക്കണോ, പഠിച്ചിരിക്കുന്ന ആളാരാ അവരുടെ ഐസ്ക്രീം വാങ്ങുക, അല്ലെങ്കിൽ പാരന്റ്സ് എനിക്ക് ഐസ്ക്രീം വേണം വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒന്നല്ലെങ്കിൽ ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇതുപോലെ ഹൈപ്പർ ആക്റ്റീവ്നെസ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടും നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു അമ്മ കേട്ടോ. അപ്പൊ ഇവര് ഒരു മരണ വീട്ടിൽ പോയി. അപ്പൊ മരണ വീട്ടിൽ പോയപ്പോ ഇവൻ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെയാ. പക്ഷെ എന്നാലും അമ്മ വിചാരിച്ചത് മരണ വീട്ടിൽ പോകുമ്പോ മാത്രം ആൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ അതൊക്കെ തിരിച്ചറിയാറായിട്ടുണ്ടെന്നാണ് പറയാ. പക്ഷെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ആൾ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ആളുകളൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ഇവൻ എന്റെ അടുത്ത് പോയി നിന്നിട്ട് അവരുടെ ചുറ്റും ഇറങ്ങുക, അവിടെ ഓടി നടക്കുക, അവിടുത്തെ കസേരകളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ടും പോവുക. അങ്ങനെ എല്ലാവരും ഈ കുട്ടീനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒട്ടും തന്നെ അടങ്ങിയിരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കാണ് ആൾക്ക് ഇത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ തന്നെ വന്നത്. അപ്പൊ ചില പാരന്റ്സിന് എങ്ങനെയാന്ന് വെച്ചാൽ അത് കുറച്ചങ്ങായി അത് മൊത്തത്തില് അവര് പുറമെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും അവർക്ക് മനസ്സിലാവുക ഇതിങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് ആണോ, അല്ലെങ്കിൽ എത്ര പഠിപ്പിച്ചിട്ടും ആള് പഠിക്കുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ എത്തിയ നാളെ എക്സാമാ, പക്ഷെ നാളെ അവിടെ ചെല്ലുമ്പോ പഠിച്ചതൊക്കെ മറന്നു പോവാ. പക്ഷെ പഠിച്ചതൊക്കെ മറന്നു പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആൾ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അറ്റൻഷൻ കൊടുത്താലല്ലേ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഉള്ളിൽ സ്റ്റോർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അത് നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആള് ശ്രദ്ധിച്ചിരിക്കുന്നല്ല, ആള് നമ്മളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവാം മേ ബി, പക്ഷെ ആൾക്ക് ആ ശ്രദ്ധ അതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ 3 കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും. ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ളവരുണ്ട്, ഹൈപ്പർ ആക്റ്റീവ്നെസ് ഉള്ളവരും ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇതൊരു ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 2 to 5 years 2 മുതൽ 5 വയസ്സ് വരേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സാധാരണ കാണിക്കുന്ന ബിഹേവിയേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇൻഅറ്റൻഷൻ ആണെങ്കിൽ എൻജോയബിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വരെ കുറവ് സമയത്തിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കളിക്കാൻ കാര്യത്തിലാണെങ്കിലും ഇത്തിരി സമയമേ അവർ ഓരോ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു കിച്ചൺ സെറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ സെറ്റ് അല്ലെങ്കിൽ കാറൊക്കെ തന്നാൽ നമ്മൾ അത് വെച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ കളിക്കാനിരിക്കുമല്ലോ. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു ഇത്തിരി സമയമായിരിക്കും ആ ഒരു കാര്യത്തിൽ ഇവര് ശ്രദ്ധ കൊടുത്ത് ഇരിക്കുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അവർ മറന്നു. ഇപ്പൊ ഞാൻ പറയാണ് ആ ടോയ് എടുത്തിട്ട് ആ കബേർഡിൽ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ടോയ് എടുത്തു കഴിയുമ്പോ പിന്നെ അതെന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പൊ അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പൊ അതെന്താ പറ്റാന്ന് വെച്ചാൽ ആൾക്കത് നമ്മൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുത്തു, പക്ഷെ അത് എങ്ങനെ ഏത് കേൾക്കണം, അത് എങ്ങനെയാ ചെയ്യണ്ടേന്നുള്ള ഒരു ഇൻഫോർമേഷൻ അവരുടെ മെമ്മറിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മളൊരു പാവേനെ കൊടുത്തു, ഒരു പ്രായത്തില് 2 മുതൽ 5 വയസ്സ് വരെ ഒരു പാവേനെ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കൊടുത്താലും നമ്മൾ അത്രയും ഭംഗി നോക്കി അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ആൾക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊടുത്തായിരിക്കും. പക്ഷെ ആള് ചിലപ്പോ ഒരു 2-3 മിനിറ്റ് നോക്കും, അത് വിട്ടു, പിന്നെ അടുത്ത സാധനം എടുക്കും. ഇങ്ങനെ ആയിരിക്കും അവര് കാണിക്കുന്നുണ്ടാവുക. ഹൈപ്പർ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നതേ കാണാനേ പറ്റില്ല. അത് ADHD ഉള്ള കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരിങ്ങനെ ഇരിക്കില്ല. എപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ മൂവ്, ചിലപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെ കറക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. കസേര ആണെങ്കിൽ ഒരു കുട്ടി കഴിഞ്ഞ ഒരു ദിവസം നമുക്കൊരു സെഷൻ വന്ന ആള് ഫ്രണ്ടിൽ ഇരിക്കുക, പക്ഷെ ആൾ അവിടെ ഇരിക്കുന്നില്ല. ആള് ആ കസേര മൂവ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് പോകും, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. ആ കസേരയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതുണ്ടായിരുന്നു, അത് പറിച്ച് കളയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടേബിളിൽ കൊട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് മൂവിങ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ എക്സസീവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആള് സംസാരിക്കേണ്ട ഒരു ടൈം ആയിരിക്കില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ട് ടൈം ആയിരിക്കണം എന്നില്ല. പക്ഷെ എന്നാലും എന്തായിരിക്കും അവര് എക്സസീവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കില്ലേ, ഭക്ഷണം കഴിക്കാനൊക്കെ ആ ഒരു സമയത്താകുമ്പോഴേക്കും ചിലപ്പോൾ വാരി കൊടുക്കായിരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുമിച്ചിരുത്തായിരിക്കും. അപ്പൊ ആ സമയത്തൊന്നും ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇന്ററപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇവരിടയിൽ വന്നിട്ട് അതിനെ ഇന്ററപ്റ്റ് ചെയ്യുക.
പിന്നെ കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പൊ കരാട്ടോ എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അപ്പൊ തന്നെ വേണം, അവർക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഏജിൽ നമ്മൾ പൊതുവെ കാണുന്ന ചില കാര്യങ്ങൾ. ഇനി 6 മുതൽ 9 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം അതൊക്കെ തന്നെയാണ്. കുറച്ചും കൂടി നമുക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കുഞ്ഞിലേ എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക വെച്ചാൽ അത് കുട്ടിയല്ലേ, അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ ഇതാക്കി കളയാം. പക്ഷെ ഈ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി അത് ഒബ്സർവബിൾ ആയിട്ടുണ്ടാവും. ഒരു 6 to 9 years എന്നൊക്കെ പറയുമ്പോൾ ഈസിലി അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. ഹോംവർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ സ്കൂളിൽ നിന്ന് പറയാണ് ഇന്ന ബുക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ബുക്കൊന്നും എടുക്കാതെ ആയിരിക്കും പോവാ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം മറന്നു വെച്ചിട്ട് പോവാ, ഫുഡ് മറന്നു വെച്ചിട്ട് പോവാ, അങ്ങനെയുള്ള കാര്യങ്ങള്. സ്കൂൾ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം എന്നുവെച്ചാൽ അവർക്ക് അറിയാലോ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ ചെയ്യാനായിട്ട് പറയുമ്പോൾ അപ്പൊ അവർക്ക് അത് ഡിലേ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഇപ്പൊ നമ്മൾ പറയാ അതെ കറക്റ്റ് ഈ സമയത്ത് പഠിക്കണോട്ടോ, വന്നേ നമുക്ക് പഠിക്കാൻ ഇരിക്കാലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അറിയാം, അത് ഇരിക്കണം, പഠിക്കാൻ ഇരിക്കണം അല്ലെ, കുറെ സമയം അങ്ങനെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ കരയാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആള് നമ്മളിങ്ങനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും സെഷൻസിന് വരുമ്പോ. അപ്പൊ അതിൽ നമുക്ക് ആളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഇടത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് എടുത്ത ഒരു ടൈമിൽ തന്നെ ആള് ടെക്സ്റ്റ് നമ്മൾ തുറന്നിട്ടില്ല, ടെക്സ്റ്റ് ആ ടേബിളിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ തന്നെ ആള് കരയാനായിട്ട്, കാരണം ആൾക്ക് ആ സസ്റ്റെയിൻ അറ്റൻഷൻ ഓക്കെ അല്ല, ആൾക്ക് അതിൽ ഡിഫിക്കൽട്ടി ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് എടുത്തില്ല, നമ്മൾ ആ സെയിം കോൺസെപ്റ്റ് ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒച്ചത്തിൽ ഇപ്പൊ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് നടന്നു വരായിരിക്കും. ആ നടന്നവരുടെ ഇടയിൽ ഭയങ്കര ഒച്ചത്തിൽ ചിലപ്പോ വെറുതെ ഇങ്ങനെ ഒച്ചെടുത്തോണ്ടിരിക്കുക, ഈ വെറുതെ എന്താ പറയാ വണ്ടികളുടെ ഒച്ചെടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹോൺ അടിക്കുന്ന പോലെ ഒച്ചെടുത്തോണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോയ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏജിൽ അവർ കാണിക്കുക. ഇനി 10 to 13 years ആണെങ്കിൽ വീണ്ടും സെയിം തന്നെയാണ്, സ്ട്രഗിൾസ് ഉണ്ടാവും. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യില്ല. ഇപ്പൊ ഇന്ന അസൈൻമെന്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ പകുതി വരെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അനക്കം ഉണ്ടായിട്ടുണ്ടാവില്ല, ഇൻസ്ട്രക്ഷൻസ് മറന്നു പോവാ, ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസും കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, ടീച്ചർ തന്നെ സംസാരിക്കുമ്പോൾ ടീച്ചർ സംസാരിക്കുന്നതിന് മുന്നേ കയറി അങ്ങോട്ട് സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ പെട്ടെന്ന് കാണിക്കുക. നമ്മൾ ആ ഒരു ടൈം ഏജ് വെച്ചിട്ട് ഈ ഒരു ഏജ് വരുമ്പോഴേക്കും കുറച്ചും കൂടി പെട്ടെന്നായിരിക്കും അവരുടെ ഫീലിങ്സ് അവർ പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവുക. പിന്നെ പെട്ടെന്ന് ബോറടിക്കാം. അവർ പറയുന്നത് എപ്പോഴുള്ള കാര്യമാണ്, എനിക്ക് ബോറടിക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ബോറടിയാ, എത്ര ബോറാന്നറിയോ ഇത് ചെയ്യാൻ, ഇതായിരിക്കും അവർ മിക്കപ്പോഴും പറയുന്നുണ്ടാവുക. ഈ സോഷ്യൽ സ്കിൽ ഉണ്ടല്ലോ, ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാള് നമ്മൾ വെയിറ്റ് ചെയ്യണം, ടേൺ എടുക്കണം, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അവരോട് സംസാരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ അവർക്ക് ഡിഫിക്കൽട്ടി അവരെ കാണിക്കുന്നുണ്ട്. ഇനി 13 to 18 years വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റിലൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയിട്ട്, ഇപ്പൊ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ മിക്കപ്പോഴും ഇപ്പോ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഒരു ഡെഡ് ലൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് അവർ ഫെയിൽ ആവും. ഇൻസ്ട്രക്ഷൻസ്, ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതാനൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും അവർക്ക് കാരണം ഇങ്ങനെ നമ്മൾ ലെക്ചർ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ടല്ലേ എഴുതാം, പക്ഷെ ഇവർക്ക് എഴുതാൻ അറിയാം, പക്ഷെ ഇവർക്ക് ഇങ്ങനെ കേട്ടത് മനസ്സിലാക്കി അത്രയും സമയം അത് മാത്രം ശ്രദ്ധിച്ച് എഴുതാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം, എന്ത് കാര്യം ചെയ്യണം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇവർക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസ്റ്റ്ലെസ്നെസ് ആണ്. ഓക്കെ, ഹൈപ്പർ ആക്ടിവിറ്റിയിൽ പുറമെ ഉള്ള മൂവ്മെന്റ് ചിലപ്പോൾ ഒരിത്തിരി കുറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഇന്റേണലി അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, പല തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇങ്ങനെ തോന്നലായിരിക്കും. പിന്നെ ഒരാള് സംസാരിച്ച് തുടങ്ങുമ്പോ നേരത്തെ അത് ഇന്ററപ്റ്റ് ചെയ്യുമല്ലോ, ആ സെയിം തന്നെ ഇവിടെ മറ്റേ ആള് സംസാരിച്ച് തുടങ്ങുമ്പോ ആളിപ്പോ ഇന്ന് രാവിലെ ഞാൻ പോയപ്പോ ഇത്ര പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അപ്പൊ തന്നെ പോയപ്പോ ഇന്ന പോലെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ, ആ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുക.
പിന്നെ ഇവർക്കാണെങ്കിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഇവർ ഉണ്ടാവുക. ഇപ്പൊ ഈ ഒരു ഏജ് ഒക്കെ ആണെങ്കിൽ 18+ ആ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ പറഞ്ഞാൽ അവര് വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങുന്ന സമയം ട്രാഫിക് ഒക്കെ ആകുമ്പോൾ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്യൂവിൽ നിൽക്കാൻ, സ്ലോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇവർക്ക് പറ്റില്ല. വെയിറ്റിംഗ്, പതുക്കെ ആവണ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ആ സമയത്താണ് ഇവര് റിസ്കി ബിഹേവിയർ, ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യില്ലേ, എന്ന് വെച്ചാൽ അവർക്ക് സ്ലോ ഇതില്ല, അവർക്ക് സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അൺസേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചിലപ്പോൾ അവർ ചെയ്യാനായിട്ട് ഉണ്ടാവാം. അതുപോലെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രീം ആയിട്ട് ചിലപ്പോൾ അവർ കാണിക്കുക പെട്ടെന്നായിരിക്കും. അവർക്ക് എന്താണോ തോന്നുന്നത് അപ്പൊ തന്നെ അവർ ആ ഒരു ഇമോഷൻ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഈ കുട്ടികൾ കാണിക്കുന്ന ഇൻഅറ്റൻഷന്റെയും അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും സിംറ്റംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളും വിചാരിക്കില്ലേ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് വികൃതിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതും ഇതും തമ്മിൽ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അറ്റൻഷനും ഫോക്കസും നോക്കും. ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിൽ അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു വരയ്ക്കാൻ കൊടുത്തെന്ന് വിചാരിച്ചോ, ഒരു പടം വരയ്ക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പടം വരയ്ക്കുമ്പോൾ എങ്ങനെയാ കുറച്ചു നേരം അങ്ങനെ ഇരുന്നോളും. നമ്മളും പറയാറില്ലേ അവർക്കൊരു ബുക്കും പേനയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ അതിൽ തന്നെ ഇരുന്നോളും, വേറെ ബുദ്ധിമുട്ടില്ല, ഇങ്ങനെയാ ചില പാരന്റ്സ് പറയാം. അപ്പൊ കുറച്ച് സമയം അവർ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്നാലും ഒരു 15-20 മിനിറ്റോളം അവർ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ നിൽക്കും. പക്ഷെ ADHD ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എന്താ ആദ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും കളർ ചെയ്യാനൊക്കെ, ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങും. പക്ഷെ പെട്ടെന്നായിരിക്കും എവിടെയെങ്കിലും ഇങ്ങനെ ഒച്ചയായിട്ട് അപ്പൊ തന്നെ നിർത്തിയിട്ട് അതിന്റെ പുറകെ പോകും. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു 3-4 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് അവർ ഇരിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാത്തപ്പോ ഇവർക്ക് ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും ഇപ്പോൾ. അപ്പൊ സാധാരണ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി സമയം അവർ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. പക്ഷെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫോക്കസ് അത്രയും നേരം നിൽക്കുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ ആക്ടിവിറ്റി ലെവൽ നോക്കുകയാണെങ്കിലും കുട്ടികൾക്ക് എങ്ങനെയാ, കുട്ടികൾ നമ്മൾ സാധാരണ പറയുമല്ലോ വലിയ ആൾക്കാരെക്കാളും കുട്ടികൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പൊ ശരിയാണ്, കുട്ടികൾക്ക് എനർജി കൂടുതലാണ്. പക്ഷെ ആവശ്യമുള്ള സമയത്ത് അവരെന്ത് ചെയ്യും, അവരവിടെ ഇരിക്കും, റെസ്റ്റ് എടുക്കും, ഫുഡ് കഴിക്കുന്ന സമയത്ത്, കഥ കേൾക്കുന്ന സമയത്തൊക്കെ അവർ അടങ്ങിയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നല്ലെങ്കിൽ ഫിംഗേഴ്സ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കുക, ഇരിക്കുക. ക്ലാസ്സിൽ തന്നെ ആണെങ്കിലും അവരിങ്ങനെ എഴുന്നേക്കും, എന്നിട്ടൊന്ന് ചിലപ്പോൾ ആ ക്ലാസ് റൂമിൽ തന്നെ ചുറ്റും, എന്നിട്ടായിരിക്കും അവര് തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ ചിലര് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും അവരിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സാധാരണ കുട്ടികൾക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, നല്ല എനർജി ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവർ ആവശ്യമുള്ള സമയത്ത് ഒന്ന് അവിടെ തന്നെ കാമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി റെസ്റ്റ്ലെസ് ആണ്, എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇമ്പൾസിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ചിന്തിക്കാതെ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തു ചാടി ചെയ്യില്ലേ, അങ്ങനത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമൽ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തീരണ മുന്നേക്ക് അവർ ഉത്തരങ്ങൾ പറയും. പക്ഷെ അങ്ങനെ ആദ്യമൊക്കെ ചെയ്താൽ നമ്മളത് പറയുമ്പോ പറയരുത് കേട്ടോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോ ഇല്ല അമ്മേ പറയില്ല, ഇല്ല അച്ഛ പറയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവര് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യും. നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് അവിടെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നില്ല ഇനി ഇത് പറയാമോ, ഈ സ്ഥലമാണോ കറക്റ്റ് ഞാൻ പറയേണ്ടത്, അങ്ങനെയൊന്നും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അവരെന്താ ചെയ്യണേ, അവരുടെ ഉള്ളിൽ തോന്നിയ ആ കാര്യം ആ സമയത്ത് തന്നെ അവർ പുറത്തേക്ക് ഒച്ചത്തിൽ പറയാനായിട്ട് തുടങ്ങും. പിന്നെ ചിലപ്പോ ഒരു ടോയ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ടോയിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ ടോയിന് ഇങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരില് കാണാനായിട്ട് പറ്റും. അപ്പൊ സാധാരണ കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാം. പക്ഷെ ADHD ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അത് കൂടുതലാണ്. അവർ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ ഗ്രാബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലാണ്. പിന്നെ മെമ്മറിന്റെ കാര്യം നോക്കുകയാണെങ്കിലും സാധാരണ കുട്ടികൾ മറക്കാറുണ്ട് അല്ലേ, നമ്മൾ കൊടുത്തുവിടുന്ന സ്കെയിലും പെൻസിലൊക്കെ അവർ വിട്ടിട്ട് തിരിച്ചു വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടോയ്സ് ഒക്കെ ചിലപ്പോൾ എവിടെ വെച്ചിരിക്കുന്നതെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. എന്തോ ബാക്കിയുള്ള കുട്ടികളെ ഉപദ്രവിക്കാറുണ്ടോ ഈ ഡിസോർഡറുകാര്? ചില കുട്ടികൾക്ക് അങ്ങനെ കാണുന്നുണ്ട്. അത് നമ്മൾ അസസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ആക്ച്വലി അത് എന്തിന്റെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ.
അപ്പൊ ADHD ഉള്ള കുട്ടിയാകുമ്പോഴത്തേക്കും മെമ്മറിയിൽ വരുന്ന പ്രശ്നം എപ്പോഴും സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയാ ലൂസ് ചെയ്യുക. നമ്മളും സാധനങ്ങൾ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചിട്ടൊക്കെ വരില്ലേ, പക്ഷെ അത് ഇടയ്ക്കായിരിക്കും. ഇവരെ സംബന്ധിച്ച് മിക്കപ്പോഴും ചിലര് ഒരു പാരന്റ് പറഞ്ഞത് എല്ലാ ദിവസവും ഇത് ഇങ്ങനെ തന്നെയാന്ന് പറയാം. അപ്പൊ അതിൽ ഫ്രീക്വൻസി കൂടുതലല്ലേ. അപ്പൊ സാധാരണ വല്ല ഇപ്പൊ മാസത്തില് 1-2 പ്രാവശ്യം ആണെങ്കിൽ ഇവരെ സംബന്ധിച്ച് മാസത്തിൽ ഒരു 15 ദിവസത്തോളം ഇങ്ങനത്തെ ഒരു ഇതായിരിക്കാൻ മേ ബി കാണിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടുതലാണ്. പിന്നെ ഇമോഷണൽ കൺട്രോൾ നോക്കിയാലും ഇവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും അല്ലെ, കുട്ടികൾക്ക് വരുന്ന കാര്യം തന്നെയാ. പക്ഷെ അവർക്ക് നമ്മൾ കാമാക്കാൻ കുറച്ച് സമയം മതി ഇല്ലേ. കരയുന്ന സമയത്ത് സാരില്ല പോട്ടെ ശരിയാവും എന്നൊക്കെ പറഞ്ഞാലും അവര് കാം ഡൗൺ ആവും. പക്ഷെ ADHD ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ അവരുടെ ഇമോഷൻ പുറത്തേക്ക് കാണിക്കുകയും ചെയ്യും. പക്ഷെ അവർ കാം ഡൗൺ ആവാനുള്ള സമയം കുറച്ച് കൂടുതലാണ്. ആ കുട്ടികളെ വെച്ച് നോക്കുമ്പോഴേക്കും അവരുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനും അതല്ല അതിൽ നിന്നൊന്ന് കാം ഡൗൺ ആവാനുള്ള ഒരു ഇത് കുറവാണ്. സമയം കുറച്ച് കൂടുതൽ എടുക്കും അവർക്ക് അതിൽ നിന്ന് ഒന്ന് കാം ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് സാധാരണയായിട്ട് നമ്മളിങ്ങനെ സാധാരണ കുട്ടികളിലും ADHD ഉള്ള കുട്ടികളുടെയും കൂടി ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് ചോദിച്ചിട്ട് അവരുടെ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ പറഞ്ഞത്, അതൊന്നും കൂടെ പറയൂ. മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതേ, അവർക്ക് വർക്കിംഗ് മെമ്മറി വീക്ക് ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു കാര്യം ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കില്ല, അപ്പൊ ആദ്യം അത് വർക്കിംഗ് മെമ്മറിയിലാണ് സ്റ്റോർ ആവുക. അപ്പൊ അത് ഇവരിൽ വീക്കാണ്. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് ഇങ്ങനെ നിൽക്കാത്ത, അവർ പെട്ടെന്ന് മറന്നു പോകുന്നത് അതുകൊണ്ട്. അപ്പൊ സാധാരണ കുട്ടികൾക്ക് അതത്ര വീക്കല്ല. അപ്പൊ അവർക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ADHD ഉള്ള കുട്ടികളെ സംബന്ധിച്ച് വർക്കിംഗ് മെമ്മറി വീക്ക് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയം അതിങ്ങനെ ആ മെമ്മറി ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മാം ഒരു കാര്യം ചോദിക്കട്ടെ, അവർക്ക് ചോദിച്ചോ. ഇപ്പൊ അറ്റൻഷൻ കുറവാണല്ലോ, അപ്പൊ അവർക്ക് ലേണിംഗിന്റെ ഭാഗത്ത് അപ്പൊ കുറച്ചുകൂടി വീക്ക് ആവൂലേ? ലേണിംഗിന് വീക്ക് ആയിരിക്കും. അത് അവർക്ക് LD ഭാഗത്തേക്ക് പോകാൻ പറ്റൂലല്ലോ. LD ആണെന്ന് പറയാനും പറ്റില്ലല്ലോ അസസ്മെന്റ് എടുക്കുമ്പോൾ. നിങ്ങളെ കുട്ടികളാണെങ്കിൽ ചിലപ്പോ നമുക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാല് അവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കുമല്ലോ മിക്കവാറും. അത് ചില കുട്ടികൾക്ക് ADHDയും LDയും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ അസസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. നമ്മളടുത്ത് ചില കുട്ടികൾ വരുമ്പോഴേ അവർക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മളടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, 5 മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ അവർ എത്ര സമയം അറ്റൻഷൻ ഉള്ളത് അത് അവർക്ക് ചെയ്യാനും പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ എഴുതാനും പറ്റുന്നുണ്ടാവും. പക്ഷെ അവർ ഇരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള കുട്ടികൾ. അങ്ങനെ ചില കുട്ടികൾ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ്നെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ അടുത്ത് ഇരുന്ന് തരും കുറച്ചെങ്കിലും നേരം. ഓക്കെ, താങ്ക് യു മാം. ഹൈപ്പർ ആക്റ്റീവ്നെസ് കുറയ്ക്കാൻ മെയിൻ ആയിട്ട് എന്തൊക്കെയാ ചെയ്യണ്ടേ? അത് നമുക്ക് പറയട്ടെ. നമുക്ക് ഇനി പ്രോസസ്സും കൂടി നോക്കിയിട്ട് അത് പറയാവേ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ കോസ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സാധാരണ അത് നമ്മൾ നോക്കാന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ എന്നുള്ളതാണ് കുറെ പേര് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ജനറ്റിക് ആണല്ലോ. അപ്പൊ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്രെയിനിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസോ ലോ ബർത്ത് വെയിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു കോസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോപ്പമിന്റെ അളവ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവില് ബ്രെയിൻ കെമിക്കൽസിൽ ഇംബാലൻസസ് വരുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്ട്രെസ്, BP കൂടുക, പുവർ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ മെറ്റേണൽ സ്മോക്കിങ്ങോ ആൽക്കഹോൾ യൂസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ബർത്ത് ടൈമിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പൊ ഓക്സിജന്റെ പ്രശ്നമോ ബർത്ത് വെയിറ്റ് കുറവായതോ പ്രീമെച്യൂർ ബർത്തോ, അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻവയൺമെന്റിന്റെ ടോക്സിൻസോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആഡ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ട്രോമയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ ആൾക്ക് ചിലപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ട്രോമയൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക
ഇപ്പോഴാണല്ലോ ഈ ഒരു കാര്യം കുട്ടിയിൽ കാണുന്നത്, അപ്പൊ ഇതുകൊണ്ടായിരിക്കും ഇത് തുടങ്ങിയതെന്നാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കില്ല അത് തുടങ്ങിയത്, അത് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തെന്ന് നമുക്ക് പറയാം. ഓൾറെഡി ഉള്ള കുട്ടിയായിരിക്കും, പക്ഷെ ട്രോമയും സ്ട്രെസ് ഒക്കെ കൂടി വന്നപ്പോഴേക്കും ഇവര് വിസിബിളി ഇത് കാണിക്കുന്നത് കുറച്ചും കൂടി ഇവര് പുറത്തേക്ക് കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കോസസ് എന്ന് പറയുന്നത്. നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ ആണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ മെയിൻലി വരെ പ്രഗ്നൻസി റിലേറ്റഡ് സമയത്തൊക്കെ വരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ടും ചിലപ്പോൾ ലേബർ പെയിന് പ്രൊളോങ്ഡ് ആയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ട് ഹൈപ്പർ ആക്റ്റീവ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചു നേരം ഇരിക്കും. അപ്പൊ അത് ഓരോ കുട്ടിയിലും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ അസസ് ചെയ്തിട്ടേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് നമുക്ക് ഈ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. പക്ഷെ ചില കുട്ടികൾക്ക് അത് കുറച്ചും കൂടി സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അവർ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ ഇവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും. പാരന്റ്സ് പറയുന്ന കാര്യമാണ്, മാം ഞാൻ അവിടെ തുടങ്ങി, ഞാൻ ബസ് സ്റ്റോപ്പ് തുടങ്ങി ഓഫീസ് വരെ നടന്നിട്ട് വന്ന്, എനിക്ക് കാല് വയ്യ. അപ്പോ മേളിൽ കയറണം ഓഫീസിൽ, അപ്പൊ എനിക്ക് വയ്യ, നടക്കാൻ വയ്യ, സ്റ്റെപ്പ് കയറാനായിട്ട് വയ്യാന്നവര് പറയും. അപ്പൊ എന്നിട്ട് ആ അമ്മ പറയും, ഇവൻ ഇങ്ങനെ നടന്നെന്നാ ഞാൻ വിചാരിക്കുന്നത്, ഇവന് ഒരു പ്രശ്നവുമില്ല, ഫുൾ എനർജിയാ, ഓടിച്ചാടിയാണ് നടക്കണത്, എനിക്കാണെങ്കിൽ വയ്യ, ആ പ്രായത്തിൻ്റെതാവും എന്നാണ് ചിലപ്പോ അവര് പറയാം. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഭയങ്കര എനർജി കൂടുതലായിരിക്കും. ഓൾറെഡി എല്ലാവർക്കും ഒരു എനർജി ഉണ്ടല്ലോ, അതിവിടെ ഇവർക്ക് കുറച്ചും കൂടി എനർജി കൂടുതലായിരിക്കും, എക്സസ് എനർജി ഉണ്ടാവും. അപ്പൊ ഇതിന് നമ്മളൊന്ന് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, അപ്പൊ അത് കുറയ്ക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും അവർ നമ്മളുടെ അടുത്ത് ഇരിക്കും. പിന്നെ ഒന്ന് കാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എനർജി റിലീസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ബ്രെയിനിനെ അലേർട്ട് ആക്കുന്ന, അല്ലെങ്കിൽ അവരെ ആ ഒരു ഫോക്കസ് കൊണ്ടുവരുന്ന രീതിയാണ് അവരെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അവർക്ക് ആ ഒരു അലേർട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അവരെപ്പോഴും ഇങ്ങനെ ഇപ്പൊ പെണ്ണൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. കാരണം ആ സമയത്താണ് അവർക്ക് അലേർട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഈ എനർജി റിലീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അപ്പൊ ഇത് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇത് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അവരങ്ങ് എക്സ്ട്രീം ടയേർഡ് ആക്കുന്നവരെ ചെയ്യിപ്പിക്കാനല്ല, ഒരു ഇത്തിരി സമയമൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് പഠിപ്പിക്കാനിരുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നേരെ അവര് ഇരുന്ന് തരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യമാണ് ജമ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുന്നൊക്കെ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇത് പറയാം, ഞാൻ 10 പ്രാവശ്യം ചാടാം, നീ 20 പ്രാവശ്യം ചാടണം, ഓക്കെ, ബെറ്റാണോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് കളിക്കുന്ന പോലെ തന്നെ, അല്ലാതെ നിനക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല അവരോട് നമ്മൾ സംസാരിക്കണ്ടേ. പകരം എന്ത് ചെയ്യുക, അവരുടെ ഇത് കുറയ്ക്കാനല്ലേ, അപ്പൊ നമ്മൾ അവരുടെ കൂടെ കളിക്കുകയാണെന്നല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അവർ സഹകരിക്കുന്നില്ലെങ്കിൽ അവര് നമ്മളുടെ ഫാമിലിയിൽ ആരായിട്ടാണോ ഏറ്റവും കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ളത്, അവര് വഴി നമ്മൾ എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റീസ് ഒക്കെ അവരിൽ ചെയ്യിപ്പിക്കുക. അപ്പൊ അതിലൊന്നാണ് ഇവരെ ജമ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സ്കിപ്പിംഗ് റോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പറയാ, ഓടിക്കുക. ഓക്കെ, നമ്മളെ വീടിന്റെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റും ഒന്ന് ഓടിപ്പിക്കുന്ന കാര്യം, ഡാൻസ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, പാരന്റ്സിന് ചില സമയത്ത് അവർ എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോണും കൊടുക്കും. പക്ഷെ ADHD ഉള്ള കുട്ടികൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോൺ കൊടുത്താലും ചിലപ്പോൾ അവര് അതിലും നിൽക്കില്ല, അവരിങ്ങനെ വീഡിയോ മാറ്റിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം ഫോൺ നോക്കിയിട്ട് പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകും അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ഇവരെ ഫിസിക്കലി നമ്മളിവിടെ ഒന്ന് ഒരു എന്താ പറയാ, ഒരു ചെറിയ രീതിയിൽ നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. അവരെ ഭയങ്കരമായിട്ട് ടയേർഡ് ആക്കല, എന്നാലും അവർക്കൊരു ചെറിയൊരു ക്ഷീണം വരും. അത് ഈ എക്സസ് എനർജീനെ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റൺ ചെയ്യിപ്പിക്കുക, ഡാൻസ് ചെയ്യിപ്പിക്കുക, പിന്നെ ഞാൻ പറഞ്ഞ സ്കിപ്പിംഗ് റോപ്പില്ലേ അത് ചെയ്യിപ്പിക്കുക, പിന്നെ അതുപോലെ അനിമൽ വാക്സ്, നമ്മളിങ്ങനെ കുട്ടികളുണ്ടോ അനിമലിന് നടക്കുന്ന പോലെ നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുട്ടികളൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കലി മൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യിപ്പിക്കണം. അപ്പൊ ഈ ഹൈപ്പർ ആക്റ്റീവ്നെസ്സിൽ ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ബോൾ ക്യാച്ചിങ്, ബോൾ ത്രോയിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക. പിന്നെ യോഗ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കുള്ള യോഗ ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ ഒബ്സ്റ്റിക്കിൾ കോഴ്സ്. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻജോയ്മെന്റ് എന്ന് വെച്ചാൽ
നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടില്ലേ? അപ്പൊ നേരത്തെ ചെയ്ത കാര്യമാണെങ്കിലും അത് ഒന്നും കൂടി ഇപ്പൊ ചെയ്യുമ്പോൾ എനിക്ക് അതിലൊരു സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷെ ഈ കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ചെയ്ത കാര്യമൊന്നും ചിലപ്പോൾ അവരിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഈസിലി അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന് ഈ ഇതുപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ് ഒക്കെ പറഞ്ഞത്. പിന്നെ ഒബ്സ്റ്റക്കിൾ കോഴ്സ്. അപ്പൊ അതിനെന്താന്ന് വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയില്ലേ, തലേണ, ടേബിള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഓരോ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് വെക്കുക. എന്നിട്ട് കുട്ടീനോട് അതൊക്കെ ചാടി ഓടിയിട്ടൊക്കെ അതൊരു ഗെയിം പോലെ. അപ്പൊ അവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് അത് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കാം. പിന്നെ ഒറ്റക്കാലില് ചാടാനായിട്ടൊക്കെ പറയാം. ഒറ്റക്കാലിന്മേല് നീ 10 പ്രാവശ്യം ചാടണം, അങ്ങനെയാണെങ്കിൽ നീ ജയിക്കും, ഇല്ലെങ്കിൽ ഞാനായിരിക്കും ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം. ഓക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബാക്കി ടൈമിൽ ആൾ അത്രയും റെസ്റ്റ്ലെസ് അല്ലാതെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ 1 ഫീറ്റിൽ ഹോപ്പ് ചെയ്യാനായിട്ട് പറയാ. പിന്നെ അതുപോലെ തന്നെ നമ്മള് വടം വലിക്കില്ലേ, ഓണത്തിനൊക്കെ വടംവലി ചെയ്യില്ലേ, അപ്പൊ അത് മറ്റേ കയറ് ഉപയോഗിച്ചില്ല, ഇത് നമ്മള് ചെറിയ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളും കുട്ടിയും കൂടി അങ്ങനെ വടം വലിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നത്, അങ്ങനെ ഒരു ഗെയിം പോലെ. പക്ഷെ ഭയങ്കര ഇതായിട്ടല്ല, ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ബലൂൺ വീർപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കുറച്ച് ബ്രീത്തിങ്ങും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിപ്പിക്കാം. ഡാൻസ് ഫ്രീസ് ഗെയിം, ഡാൻസ് ചെയ്യിക്കുമ്പോൾ ഫ്രീസ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനത്തെ കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എനർജി റിലീസിങ് ആയിട്ട് നമുക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറയില്ലേ, ഒരു കുറച്ച് ലോട്ട് ഇടാം. ആ ലോട്ടിലെല്ലാം ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അവർക്ക് പഠിക്കാനാണ് അല്ലെങ്കിൽ ഇരിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗളിൽ ഫുള്ള് നമ്മളിങ്ങനെ ഓരോ ചിറ്റ്സ് ചെയ്ത് ഇടും. ഇങ്ങനെ എന്താ പറയാ, 5 പ്രാവശ്യം ചാടണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ 2-3 ആക്ടിവിറ്റീസ് ഇടുക. എന്നിട്ട് ആളോട് അതിൽ നിന്ന് ഒന്ന് എടുക്കാൻ പറയാ, എന്നിട്ട് ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആൾക്ക് അവിടെ സ്കോറിങ് വന്നുകൊണ്ടിരിക്കുക, മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആനിമൽ മൂവ്മെന്റ് പോലെ ചെയ്യാൻ അല്ലെ. തവള ചാടുന്ന എങ്ങനെയാ, കരടി നടക്കുന്ന എങ്ങനെയാ, ആന നടക്കുന്ന എങ്ങനെയാ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അതൊരു റേസ് ആയിട്ട് ചെയ്യാം. അതും ഇപ്പൊ നമുക്ക് വേറെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയായിട്ട് രണ്ടുപേരും കൂടി ഒരു റേസ് നടത്തുന്ന പോലെ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമുക്ക് എനർജി റിലീസിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സസ് എനർജി അവിടെ റിലീസ്. അപ്പൊ റിലീസ് ആയി കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കുട്ടി ഇരിക്കുന്ന സമയം കുറച്ചും കൂടി കാമായിട്ട് അവർ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ അവരെ ഭയങ്കര ടയേർഡ് ആക്കി അങ്ങനെ ഇരുത്തല്ല, എക്സസ് എനർജിയാണുള്ളത്. ആ എക്സസ് എനർജിനെ പുറത്തേക്ക് റിലീസ് ചെയ്തതിനു ശേഷം നമ്മളുടെ അടുത്ത് ഇരിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഇരുന്ന് തരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുറച്ചും കൂടി നമ്മുടെ അടുത്ത് ഇരുന്ന് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് നമ്മൾ എനർജി റിലീസിങ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ കൂടുതലും നമ്മൾ ഫിസിക്കൽ മൂവ്മെന്റ്സ് വരുന്ന കാര്യങ്ങൾ വേണം അവർക്ക് നമ്മൾ കൊടുക്കാൻ. ഇനി അവരുടെ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ സോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുക. പക്ഷെ ഈ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കുറെ പണി കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് ഒരു റെഡും യെല്ലോയും ഗ്രീനും അങ്ങനെ കുറെ ബീഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പറയാ നീ ഇത് സോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കാണുമ്പോ തന്നെ ആൾക്ക് ദേഷ്യം വരും. ഇത്രയും സാധനം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സോർട്ട് ചെയ്യണോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അപ്പൊ നമുക്ക് ഇതും ചെയ്യിപ്പിക്കണം. ഇത് ചെയ്താലേ ഫോക്കസ് വരുള്ളൂ. പക്ഷെ ഇവിടെ ആൾക്ക് ബോറടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുത്തതിന് ശേഷം അപ്പൊ ഇത് ചെയ്തിട്ട് ഉടനെ 5 പ്രാവശ്യം ചാടണം. എന്നിട്ട് പിന്നെ ഇത് ചെയ്തിട്ട് 3 പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒരു കാലിൽ ചാടുക. അപ്പോഴാണ് ഈ ടാസ്ക് ഫിനിഷ് ആവുക. ആ രീതി അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ചിട്ടിരിക്കട്ടെ. നമ്മളത് എങ്ങനെ നമ്മൾ ആ ഒരു നമുക്കിപ്പോ എനർജി റിലീസിങ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാം, അപ്പൊ ഇതും അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം ഈ കുട്ടികളോട് അത് അവതരിപ്പിക്കാൻ. പിന്നെ അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണമെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ. നമ്മളിങ്ങനെ ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയാതെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഓരോ ബ്ലോക്ക് കാണിച്ചു കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറയാ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പൊ അവര്
കിടക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് കിടക്കുന്ന സമയത്ത് നമ്മൾ പറയാണ്, ഞാൻ ഇവിടുന്ന് ഒരു ബോള് ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഉരുട്ടിയിടാൻ പോവാണ്. നിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നീ ചാടി എണീക്കണം. ചാടി എണീറ്റ് ആ ബോൾ നിന്നെ ടച്ച് ചെയ്യാൻ പാടില്ല. ആ ബോൾ നിന്നെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നീ തോറ്റുപോകും. അപ്പോ അവിടെ നീ എന്ത് ചെയ്യാ, ആ സമയത്ത് നീ എഴുന്നേറ്റ് കൊടുക്കുക. ഫുള്ളായിട്ട് എണീക്കാനല്ല, പതുക്കെ ആള് കമന്ന് കിടക്കുകയാണെങ്കിൽ അല്ലെ ഒന്ന് നമ്മൾ പുഷപ്പ് എടുക്കുന്ന പോലെ നിൽക്കുക. അപ്പൊ ബോള് തന്നെ അപ്പുറത്തേക്ക് റോൾ ചെയ്തു. അപ്പൊ ആ രീതിയിൽ പറയാം. അപ്പൊ അവിടെ ആക്ച്വലി അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആള് കോൺസെൻട്രേറ്റ് ചെയ്താലല്ലേ ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഫോക്കസും ആളിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ചെയ്യിപ്പിക്കുക. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ബ്രീത്ത് എടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ആ ബ്രീത്തിങ് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ 3 കുട്ടികളുടെ വയറിന്റെ അവിടെ ഒരു ടെഡി ബെയറിനെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് ആരുടെയാണ് ഏറ്റവും വലുതായിട്ട് വരുന്നതെന്നൊക്കെ, എന്ന് വെച്ചാൽ വയറ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതനുസരിച്ച് വലുതാവും ചെറുതാവും അങ്ങനെയല്ലേ. അപ്പോ അതനുസരിച്ച് ഇവരോട് ബ്രീത്ത് എടുക്കാൻ പറയാം. അപ്പൊ ബ്രീത്ത് എടുക്കുമ്പോൾ ആരുടെ ടോയാണ് പൊങ്ങി വരണേന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ബ്രീത്തിങ് ഇവരിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. വേർഡ് സെർച്ച്, ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെയ്യാനായിട്ടും. പിന്നെ ടൈംഡ് ആയിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് വരാം? ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പൊ ഞാന് ഒരു കുട്ടിയുണ്ട്, അപ്പൊ എനിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ബോൾ വരുമ്പോ നീ എണീക്കണം, ഈ ഒരു സംഭവം എനിക്ക് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടീന്റെ അടുത്ത് പറയാണ്, നമുക്ക് ഒരു ഗെയിം കളിക്കാം. ഇങ്ങനെ ബോൾ ഇങ്ങനെ ഞാൻ എടുക്കും, ബോൾ എടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ ഉരുണ്ട് വരും. അപ്പൊ നീ അവിടെ കിടക്കായിരിക്കും. അപ്പൊ നീ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അവർ ഒരിക്കലും ഇൻട്രസ്റ്റിൽ നിൽക്കില്ല. അപ്പൊ നമ്മളും ഭയങ്കര സ്പീഡപ്പ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ പറയാ, എടാ നമുക്കൊരു ഗെയിം കളിക്കാം. അത് എങ്ങനെയാന്ന് വെച്ചാലേ ഞാനൊരു ബോൾ എടുത്ത് ഇങ്ങനെ ഇടും. അപ്പൊ നീ ഇങ്ങനെ എണീക്കണം, എന്നാലും നിനക്ക് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ എണീറ്റില്ലെങ്കിൽ നിനക്ക് മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. നീ അത്രയും സ്പീഡിൽ ചെയ്താൽ മാത്രമേ നിനക്ക് പോയി. അപ്പൊ നമ്മളുടെ ടോണും അതനുസരിച്ച് മാറ്റി വേണം ഇവരോട് പറയാൻ. അപ്പോഴാണ് അവർക്ക് അത് കുറച്ചും കൂടി ഇത് ഓക്കെ ഒരു കോമ്പറ്റേറ്റീവ് ആ ഒരു സ്പിരിറ്റിലേക്ക് അവർ വരുള്ളൂ. അവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ടൈമേഴ്സ് സെറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുക. നമ്മള് സാധാരണ ഇപ്പോ ചില കുട്ടികളിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്താൽ നമ്മൾ അലാറം അടിക്കി വെക്കുക. ഇത്രയും സമയം കഴിയുമ്പോഴേക്കും അലാറം അടിക്കുമ്പോൾ നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ടാവണം, അങ്ങനെ ഇരിക്കും. പക്ഷെ അത് നമ്മൾ സമയം കാണുന്നില്ലല്ലോ. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമർ വെക്കാം. അപ്പൊ അവരുടെ മുന്നിൽ കാണണേ ടൈം ഇങ്ങനെ കുറഞ്ഞു വരണം. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഒരു ആക്ടിവിറ്റിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോറിയുടെ കാർഡ്സ് പോലെ കൊടുത്തിട്ട് അതെങ്ങനെ സീക്വൻസിൽ പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവരുടെ ഹൈപ്പർ ആക്റ്റീവ്നെസ് കുറഞ്ഞു വരികയും ചെയ്യും, ഇവരുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കാം. അപ്പൊ അവർക്ക് കാറാണ് ഇഷ്ടമെങ്കിൽ ഈ കാർ വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സ് ഫോം ചെയ്യാനായിട്ട് പറയാം. എന്താണോ അവരുടെ ഇഷ്ടം നോക്കുക, അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കി അവിടെ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം അവർക്ക് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം, ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് മൂവ്മെന്റോട് കൂടി തന്നെ പഠിക്കാൻ കൊടുത്താൽ മതി. ഇപ്പൊ എഴുതണം എന്ന് വിചാരിച്ചു, അപ്പൊ എഴുതാൻ നമ്മൾ പറയുമ്പോൾ ഇരിക്കുന്നില്ല എന്നാണെങ്കിൽ അതൊരു ഗെയിം പോലെ നമുക്ക് എഴുതാൻ പറ്റുന്നൊക്കെ, എനിക്ക് എഴുതാണ്ട് നീ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ആൾ എഴുതുന്ന സമയം ഒരു കൈയിൽ ആള് ചിലപ്പോ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാനായിരിക്കും. ഇല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ചിലപ്പോ പെണ്ണ് നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വേണം നീ എഴുതാൻ. അങ്ങനെ നമ്മളായിട്ട് പറഞ്ഞ ആളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ അവര് കുറച്ചും കൂടി എന്താ വെച്ചാൽ അവർക്ക് ആ മൂവ്മെന്റ് അത്യാവശ്യമാണ്. അവരെങ്ങനെ അപ്പോഴാണ് അവർക്ക് ആക്റ്റീവായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പഠിപ്പിക്കുക, കളറിംഗ് കോഡ്സ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കണം. ഒരിക്കലും ഇങ്ങനെ ബുക്ക് കൊടുത്തിട്ട് പഠിച്ചു എന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് അവർക്ക് പറ്റില്ല. നമ്മള് ടോട്ടൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ആ സാധനങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് ഔട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അതൊക്കെ വെച്ചിട്ട് കളർഫുൾ ആയിട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ടാസ്കും ഏറ്റവും സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ അവർക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ആൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബൗളിലാക്കിയിട്ടിട്ട് നമ്മൾ അതിനൊക്കെ ഉത്തരം പറയുന്ന അനുസരിച്ച് അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആ എഴുതിയിരിക്കുന്ന പേപ്പർ അവർ ആ ബൗളിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പൊ അവര് പിന്നീട് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ആ ക്വസ്റ്റ്യൻ ഈ ബൗളിൽ ഉണ്ടോ നോക്കിയേ, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്ന്, നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിനക്കത് പറഞ്ഞു തരാന്ന് പറഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. അതങ്ങനെ പതുക്കെ അതിന്റെ ഇത് കുറഞ്ഞു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം.
പിന്നെ മൂവ്മെന്റ് ബ്രേക്ക് കൊടുക്കുക. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പഠിക്കാനിരുന്നെങ്കിൽ പിന്നെ കുറച്ചു നേരം മൂവ്മെന്റ്സ് മാത്രം ചെയ്യിപ്പിക്കുക. പിന്നെ പഠിപ്പിക്കുക, പിന്നെ മൂവ്മെന്റ്സ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുക. ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെക്ക് ലിസ്റ്റ് പോലെ കൊടുക്കുക. അപ്പൊ ആള് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിങ്ങനെ ടിക്ക് ചെയ്യുമല്ലോ. അപ്പൊ ടിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷമല്ലേ, നമ്മൾ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളൊരു, അവർക്ക് ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീൽ അവർക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മളോട് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാം. അവരുടേതായ രീതിയിൽ നമ്മൾ പറയാ, പക്ഷെ ഇതിലൊരു ടാസ്ക് ഉണ്ട്, നീ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. പക്ഷെ വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ടൊന്നും നിനക്ക് എന്നോട് പറയാൻ പറ്റില്ല. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നീ അടുക്കള വരെ പോയി നടന്ന് ഹോളിൽ കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ടേബിളിന്റെ ചുറ്റും കറങ്ങി തിരിച്ചിവിടെ വന്നിട്ട് വേണം നീ എന്നോട് ഇത് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലാക്കി കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇപ്പൊ നമുക്കൊരു കാര്യം പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരെ കൊണ്ട് ആൻസർ എഴുതിപ്പിക്കണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രഷർ ഹണ്ട് പോലെയൊക്കെ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ക്ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും ഓടി നടന്നായിരിക്കും അത് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഒരു റിവാർഡ് സിസ്റ്റം കൊണ്ടുവരാം. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ റിവാർഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ടൈമർ ഒക്കെ ഭയങ്കര കുഞ്ഞതല്ല, അവർക്ക് കാണാൻ പറ്റണം. വിസിബിൾ ആയിട്ടുള്ള ടൈമേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡീസിന്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടില്ല. ഇത് നമുക്ക് സാധാരണയായിട്ട് വീട്ടിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ADHD ഒക്കെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക. എന്താണെന്നുള്ളത് നമ്മൾ ഹെൽപ്പ് എടുക്കുക. എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അറിഞ്ഞതിന് ശേഷം അവരും പറയും എങ്ങനെ സെഷൻസ് എടുക്കണോ, എങ്ങനെയാണ് അതിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് കണ്ടിന്യൂസ്. അപ്പൊ നമ്മളൊരു മാനേജബിൾ ഇതിലേക്ക് അതിനാക്കി എടുക്കുക എന്നുള്ളത്. അപ്പൊ സിവിയർ ആണെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ അതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് മെഡിസിൻസ് എടുക്കുക. അപ്പൊ ആ ഒരു ബിഹേവിയറിൽ നമുക്കൊരു ചേഞ്ച് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു പാരന്റ് അവരുടെ കുട്ടി ഇങ്ങനെ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ പാരന്റിനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പറയാ, അവരോട് ഹെൽപ്പ് എടുക്കാനായിട്ട് പറയാ. അതുപോലെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി എന്താന്ന് മനസ്സിലാക്കിയതിനു ശേഷം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോവാതെ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ഹെൽപ്പ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യമേ നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, എന്നിട്ട് ഈ ആക്ടിവിറ്റീസും കൂടി അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉള്ളത് കേട്ടോ. മാം ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവോ? റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടേ, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ എന്തെങ്കിലും പറഞ്ഞോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. ചോദിച്ചു. ADHD ഉള്ള കുട്ടിയാണോ എന്ന് അറിയില്ല, പക്ഷെ ആള് നല്ല ക്ലാസ്സിൽ പഠിക്കും, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ മറ്റുള്ളവരെ നല്ലോണം ഉപദ്രവിക്കും ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടികളൊക്കെ ചപ്പിലൊക്കെ പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ എടുത്ത് എറിയുക, ഓടിച്ചിട്ട് തല്ലുക, എല്ലാരും എപ്പോഴും ഉപദ്രവിച്ചും കൊണ്ടിരിക്കും, അടങ്ങി നിൽക്കുകയില്ല. പക്ഷെ ആള് പഠനത്തിന് മുന്നിലാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സീരിയസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വന്ന് നല്ല ഒരു മെച്ചേർഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ പറയും ചെറുതിലെ. അത് എന്താണ് ADHD പെട്ടതാണോ? ചിലപ്പോ അത് ഹൈപ്പർ ആക്റ്റീവ്നെസ് മാത്രമായിട്ടും കുട്ടികൾ കാണുന്നുണ്ട്. അത് നമ്മൾ അസസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇനി മറ്റെന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂ ആണോ എന്നുള്ളതും നമുക്കത് നോക്കി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഹൈപ്പർ ആക്റ്റീവ്നെസ് മാത്രമായിട്ടും വരാം കുട്ടികളിൽ. ഓക്കെ, താങ്ക് യു. ഏജ്ഡ് ആയി വരുമ്പോഴത്തേന് ഇതിൽ ചേഞ്ച് വരാനായിട്ട് ഇതിന്റെ ഇന്റൻസിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവാം. അത് നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിൽ അത് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളത് മാനേജബിൾ ആക്കി എടുക്കണം. അപ്പോൾ കുഞ്ഞിലേ മുതലേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക.
നമുക്ക് ആ സമയത്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ കുറച്ചും കൂടി നല്ലത് മെഡിക്കേഷൻസോട് കൂടി ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അത് കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ കൊച്ചുകുട്ടികളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? നമുക്കത് അടുത്തൊരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിന്റെ ഒരു ബൗണ്ടറി എങ്ങനെയാ ഒരു നോർമൽ ബിഹേവിയറും ADHDയും തമ്മിലുള്ള? അത് എന്താന്ന് വെച്ചാലേ ഇപ്പൊ സാധാരണ കുട്ടികളും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രീക്വൻസി കൂടുതലായിരിക്കും, പിന്നെ അതിന്റെ ഒരു ഇന്റൻസിറ്റി, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഇന്റൻസിറ്റിയും കൂടുതലായിരിക്കും, ആ കാമിങ് ആവാനുള്ള സമയം കൂടുതലായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ബെറ്റർ ആയിട്ട് നമ്മൾ അറിയണമെങ്കിൽ അസസ്മെന്റ് തന്നെ എടുക്കുക, അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാ നമുക്ക് അറിയാൻ കഴിയുക. റിപ്പീറ്റഡ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്കത് ആയിരിക്കാം. ആവാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റഡ് അല്ലെങ്കിൽ അത് നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, അതായത് നോർമൽ വല്ലപ്പോഴൊക്കെ ആയിട്ട് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് പ്രോബ്ലം ആവുക. പിന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷൻ ഇല്ല രണ്ടും വരുമോ, അതോ ഏതെങ്കിലും ഒന്ന് മാത്രം ആണെങ്കിൽ ADHD ആയിട്ട് കൺസിഡർ ചെയ്യുമോ? അങ്ങനെയും വരാറുണ്ട്. നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് പക്ഷെ മാത്രമായിട്ട് വരാം. ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ അത് രണ്ടും ഇന്നറ്റൻറ്റീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ ADHD ആണല്ലോ. ഇനി അതല്ല ഏതെങ്കിലും ഒന്നാണെങ്കിലും ADHDന്റെ കാറ്റഗറിയിൽ തന്നെ വരും അത്. ഓക്കെ, ശരി, താങ്ക്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. Okay, thank you. Okay, thank you so much all. Good night. Good night. Good night. Good night.